ഇപ്പോൾ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൽ ഓൺലൈൻ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസ് എന്ന് വെച്ചാൽ വെർച്വൽ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസ് പറയും. അത് എന്തിനാണ് ഉപയോഗിക്കുന്നത്, ഏതൊക്കെ കാറ്റഗറിയിലുള്ള ആളുകളാണ്, എന്താണ് അതിനകത്ത് പ്രോസസ്സ് എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. നമ്മൾ ഓൺലൈൻ വെർച്വൽ ബ്ലൈൻഡ് ഫോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് സ്ഥലത്താണോ നിങ്ങൾക്ക് അവിടെ ഇരിക്കാം. ഇതിന് ബ്ലൈൻഡ് ഫോൾഡഡ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് നിങ്ങളെ തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഈ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസ് ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ കണ്ണടച്ച് കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറിനകത്ത് മെലാറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ റിലാക്സ് ആയിട്ട്, അതായത് നമ്മുടെ ബ്രെയിനിൻ്റെ ആൽഫ സ്റ്റേജിലേക്ക് പതുക്കെ തന്നെ മൂവ് ചെയ്യും. അപ്പോൾ നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആയി കഴിയുമ്പോൾ നമ്മുടെ എക്സിസ്റ്റിംഗ് ഒരു ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി, നെഗറ്റീവ് പ്ലാസ്റ്റിസിറ്റി ഉണ്ടായിരിക്കും. അത് കണ്ടീഷനിങ് ആയി കിടക്കുന്ന പഴയ തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് അല്ലെങ്കിൽ ട്രോമ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ കിടക്കുന്നത് പല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ ഈ ഒരു ഓൺലൈൻ സെഷനിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ആക്കി ഇരുന്ന് കഴിയുമ്പോൾ കൃത്യമായിട്ട് കിട്ടും. കാരണം വെൻ യു ബ്ലൈൻഡ് ഫോൾഡ് നമ്മുടെ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിൻ സാധാരണ കേസിൽ അത് അലൈൻഡ് ആയിരിക്കത്തില്ല. അപ്പോൾ ആ അലൈൻഡ് ആകാത്ത ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ബ്രെയിനിനെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ബ്ലൈൻഡ് ഫോൾഡ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വെർച്വലി നമ്മൾ ഇരിക്കുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ പ്യൂർലി വിത്ത് ഹെഡ്ഫോൺസ് ആയിരിക്കും. നിങ്ങൾ എവിടെ ഇരിക്കുന്നു ആ സ്ഥലത്ത് ഇരുന്ന് തന്നെ നിങ്ങൾക്ക് ശാന്തമായിട്ട് ഇരുന്ന് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. കാരണം 2 മണിക്കൂർ ടൈമാണ് അതിനകത്ത് മെയിൻലി നമുക്ക് വരിക. ഈ 2 മണിക്കൂർ ടൈമിൽ പ്യൂർലി ഒരു മ്യൂസിക് തെറാപ്പി എന്ന് പറയും. മ്യൂസിക് തെറാപ്പിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ റിലാക്സ് ചെയ്യിപ്പിക്കാൻ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ആൽഫ അല്ലെങ്കിൽ ഒരു തീറ്റ ലെവൽ ബ്രെയിൻ വേവ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ വേണ്ടിയാണ് മ്യൂസിക് തെറാപ്പി കൊടുക്കുക. അതോടുകൂടി നമ്മുടെ ബ്രെയിൻ റിലാക്സ് ആവുകയും നമ്മുടെ സ്ട്രെസ് റെസ്പോൺസ് പറയും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിനെ ഈസി ആയിട്ട് പ്രോഗ്രാം ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇതിൽ യൂസ് ചെയ്യുന്ന അടുത്തൊരു ടെക്നിക്കാണ് റിഗ്രഷൻ എന്ന് പറയും. റിഗ്രഷൻ എന്ന് വെച്ചാൽ കണ്ടീഷൻഡ് ആയിരിക്കുന്ന ആ പഴയ തോട്ട് പാറ്റേൺസിനെയും ബിലീഫ് സിസ്റ്റത്തിനെയും ഒക്കെ നമ്മൾ കറക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് റിഗ്രഷൻ എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ടേമും കൂടി ഉപയോഗിക്കാറുണ്ട്, സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ, SD എന്ന് പറയും. അതായത് ആ ഇമോഷൻസിനെ നമുക്ക് റിലീസ് ചെയ്ത് കളഞ്ഞിട്ട് അതിൽ ഏറ്റവും പ്യൂർ ആയിട്ടുള്ള നമുക്ക് വേണ്ട കോർ എലമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയും. അത് നമ്മുടെ നീഡ്സാണ്, നമ്മുടെ ഫ്യൂച്ചറിലേക്ക് എന്താണ് വേണ്ടതാണ്. ഇപ്പോൾ ലൈഫിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട് ചിലരെന്ന് വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, ബ്രെയിൻ കൺഫ്യൂസ്ഡ് ആണ്, ബ്രെയിൻ ഫോഗ് അടിച്ച് നിൽക്കുകയാണ്, ഒന്നും മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന ബിസിനസ് ഫെയിലിയേഴ്സ് ആയിക്കോട്ടെ, ഫാമിലി ഇഷ്യൂസ് ആയിക്കോട്ടെ, പേഴ്സണൽ ലൈഫോ അല്ലെങ്കിൽ ഓഫീഷ്യൽ പ്രശ്നങ്ങളോ എന്ത് തരം കൺസേൺ ആയിക്കോട്ടെ, ഈ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസ് നിങ്ങൾക്ക് അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഒരാളുടെ അല്ല, thousands ഓഫ് ആളുകൾ എക്സ്പീരിയൻസ് ചെയ്ത് അവരുടെ ലൈഫിനെ തിരിച്ചു കിട്ടിയ ഫിസിക്കൽ ഹീലിംഗ് വരെ ഉണ്ടായ പല എക്സാമ്പിൾസും എക്സ്പീരിയൻസും എൻ്റെ തെറാപ്പി ചെയറിലുണ്ട്. അതുകൊണ്ടാണ് ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസ് വെർച്വലി നിങ്ങൾക്ക് പ്ലാൻ ചെയ്യുന്നത്. ഇത് എസ്പെഷ്യലി ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ കൂടുതലും മിഡിൽ ഈസ്റ്റിലായിട്ട് ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നിന്ന് വിദൂരങ്ങളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ ഫോക്കസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ബ്ലൈൻഡ് ഫോൾഡ് ഓൺലൈൻ ചെയ്യുന്നത്. ഇറ്റ്സ് എ ഹെൽപ്പ്, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റും കൂടെ കൊണ്ട് എന്നതിനകത്ത് കൂട്ടിക്കോളൂ. നിങ്ങളുടെ ലൈഫിൽ യു ആർ സ്റ്റക്ക് വിത്ത് സംതിങ്, ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഈ വെർച്വൽ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഹെൽപ്ഫുൾ ആയിരിക്കും. സോ സീ യു ഓൺ ദ അതർ എൻഡ്. താങ്ക് യു. നമസ്കാരം. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. എൻ്റെ പേര് നാട്യാചാര്യൻ RLV ആനന്ദ് എന്നാണ്. വളരെ നല്ലൊരു വ്യത്യസ്തമായിട്ടൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും. ഇങ്ങനൊരു ക്ലാസ്സിനെ പറ്റിയിട്ട്, അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ വളരെ ഞാൻ പറയുകയാണെങ്കിൽ എല്ലാ ആളുകളും, എല്ലാ മനുഷ്യരും, എല്ലാ ജാതി മത ഭേദ വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ശരിക്കും നമ്മൾക്കൊരു റീഫ്രഷ്മെൻ്റ് ആണ്. ശരിക്കും വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പ്രകൃതി രമണീയമായ സ്ഥലത്ത് ഇത്രയും മനോഹരമായ കുറേ സുഹൃത്തുക്കളോടൊപ്പം ഒരു 2 ദിവസം ചിലവഴിക്കാൻ പറ്റിയത് ഈ ജന്മത്തിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു. ഇനിയും എത്രയും പെട്ടെന്ന് അടുത്ത സെഷനും കൂടെ അറ്റൻഡ് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്ന എല്ലാ സുമനസ്സുകൾക്കും ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. എൻ്റെ പേര് എലിസബത്ത്. ഞാൻ തിരുവനന്തപുരത്തു നിന്നാണ് വന്നിരിക്കുന്നത്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. നമ്മൾ ഒത്തിരി ട്രോമാസും അങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ക്യാരി ചെയ്യുന്നവരാണ് നമ്മളെല്ലാം. അതിന് നന്നായിട്ട് നമ്മുടെ അടുത്തുനിന്ന് എടുത്തു കളഞ്ഞ് നമ്മളെ കൂടുതൽ നല്ലതാക്കാൻ നല്ല പ്രോഗ്രാമാണ്. പേഴ്സണലി എനിക്ക് വളരെ വളരെ ബെനിഫിറ്റായി. ഞാൻ പറയാൻ പറ്റത്തില്ല, അത്രമാത്രം ഹാപ്പിനെസ്സാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. ഞാൻ ടോംസി തോമസ്. ഞാൻ തിരുവനന്തപുരത്ത് വന്നതാണ്. ഞാൻ യൂട്യൂബ് വഴി ബ്ലൈൻഡ് ഫോൾഡിനെ പറ്റി, ട്രാൻസിൻ്റെ ബ്ലൈൻഡ് ഫോൾഡിനെ പറ്റി ഞാൻ അറിഞ്ഞതാണ്. അതറിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈഫിൽ ഒരു പ്രാവശ്യം എല്ലാവരും ഈ ഒരു എക്സ്പീരിയൻസ് എടുക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഈ ലൈഫിൽ ബിസി ഷെഡ്യൂളിൽ നമുക്കിത് നല്ലൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. നമസ്കാരം. ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഈ ബ്ലൈൻഡ് ഫോൾഡ് ഹിപ്നോസിസിനെ കുറിച്ച് ഞാൻ യൂട്യൂബിലാണ് കണ്ടിട്ടുള്ളത്. അങ്ങനെ കണ്ട്
മനസ്സിലാക്കിയിട്ട് വന്നതാണ്. അപ്പോൾ ലൈഫിലൊരു അപ്ഗ്രഡേഷൻ വരണം എന്നുള്ളൊരു ധാരണയിൽ വന്ന് ജോയിൻ ചെയ്തതാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത നമ്മുടെ ബോധ മനസ്സിന് കുറേ സ്ഥലങ്ങളുണ്ട് എന്നുള്ളതും അതൊക്കെ നമുക്ക് ഇങ്ങനെ ടച്ച് ചെയ്യാൻ പറ്റുമെന്നും അതെല്ലാം അവിടെയുള്ള പ്രോബ്ലംസൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്ക് അത്ര ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് ഈ ഒരു പ്രോഗ്രാമിൽ അത് മനസ്സിലാക്കാൻ സാധിച്ചു.